പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ജന്മദിനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 75ാം ജന്മദിനം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ജനിച്ച പ്രഥമ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ജവഹർലാൽ നെഹ്റുവിനു ശേഷം 3ാം വട്ടവും പ്രധാനമന്ത്രിയായ വ്യക്തി എന്ന നേട്ടം മോദിക്ക് മാത്രം സ്വന്തം. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താൽപര്യം ഉയർത്തിപ്പിടിച്ചതും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് തിരിച്ചടി നൽകിയതുമെല്ലാം ഈ ജന്മദിനത്തിന്റെ തിളക്കം കൂട്ടി. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് 11 വർഷം. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, 2 പൂർണ്ണ ഭരണകാലാവധി പൂർത്തിയാക്കിയ ആദ്യ കോൺഗ്രസ് ഇതര നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി. 2014-ൽ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റെടുത്തതു മുതൽ സാമ്പത്തിക പുരോഗതിക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ദേശീയ സുരക്ഷയ്ക്കും ഡിജിറ്റൽ സാക്ഷരതയ്ക്കും ശുചിത്വത്തിനും മുൻഗണന നൽകുന്ന വീക്ഷണമാണ് നരേന്ദ്രമോദി പങ്കുവച്ചിട്ടുള്ളത്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വഡ്നഗറിൽ ജനിച്ച നരേന്ദ്ര ദാമോദർ ദാസ് മോദി RSS പ്രവർത്തകനായാണ് പൊതുജീവിതം ആരംഭിച്ചത്. 1987-ൽ BJP ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി. 2001 മുതൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം 2014-ലാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. നരേന്ദ്രമോദി നടപ്പാക്കിയ ശുചിത്വ പ്രചാരണ പരിപാടിയായ സ്വച്ഛ് ഭാരത് അഭിയാനും ആയുഷ്മാൻ ഭാരതും കോവിഡ് പ്രതിരോധ യത്നവും വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതേസമയം നോട്ട് നിരോധനം, പൗരത്വ ഭേദഗതി, കർഷക നിയമം തുടങ്ങിയവ കടുത്ത വിമർശനത്തിനും ഇടയാക്കി. 2024-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ 3ാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലെത്തി. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകളിൽ ഇന്ത്യയുടെ താൽപര്യം ഉയർത്തിപ്പിടിച്ചതും പഹൽഗാം ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാൻ കനത്ത തിരിച്ചടി നൽകിയതും ചൈനയുമായുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തിയതും GST പരിഷ്കരണ നടപടികളിലൂടെ ജനങ്ങൾക്കുമേലുള്ള നികുതി ഭാരം കുറച്ചതും പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 24-ന്റെ ജന്മദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.